easy go. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമ്മുടെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ മക്കൾസിന് പോകണ്ട, 2 പേരും നല്ല ഉറക്കത്തിലാണേ. അമ്മ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നു കേട്ടോ കപ്പ മാത്രമല്ല നല്ല ബീഫും ഉണ്ട്. അപ്പോൾ എന്നും ഈ ദോശ അപ്പോൾ ഇഡലിയൊക്കെ കഴിച്ച് മടുത്തുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ കുറച്ച് കപ്പ പുഴുങ്ങി മുളക് ഉടച്ചെടുക്കാമെന്ന്. കാന്താരി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കാന്താരിയും ചെറിയുള്ളിയും കൊണ്ട് അതങ്ങ് സെറ്റാക്കി. അപ്പോഴത്തേനും പിന്നെ വിചാരിച്ച് സമയം കളയണ്ട, പരിപാടികൾ നേരത്തെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ടൈം ഫ്രീ ആകാമല്ലോ. നേരെ പോയി അരി ഇടാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിയൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നടുക്കത്തടുപ്പിലിരിക്കുന്നത് നമുക്ക് കുടിക്കാനുള്ള വെള്ളമാണേ. പിന്നെ ഇത് ബീഫ് ഞങ്ങളിങ്ങനെ വേവിക്കുന്നത് കേട്ടോ. ബീഫ് ആദ്യമേ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും എടുത്ത് ആദ്യമേ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ബീഫിട്ട് അതിൻ്റെ മേളിൽ കറിവേപ്പില വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കും. ഇനി നമ്മളായിട്ട് അതിനെ ശല്യം ചെയ്യാൻ നിൽക്കേണ്ട, അതെവിടെ ഇരുന്ന് വെന്തോട്ടെ കേട്ടോ. അപ്പോൾ ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ടേ. ആദ്യം തന്നെ നമുക്ക് അരി എടുത്തിട്ട് ഈ കലത്തിൽ നിന്ന് തന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്ത് അതിനകത്ത് ഒഴിക്കാം. എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അങ്ങ് പൊക്കോട്ടെ. അപ്പോൾ അത് അവിടെ ഇരുന്നോട്ടെ. ഒരു കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേനൊന്ന് കുതിർന്നുകൂടെ വരുവേ. ആ സമയത്തിന് നമുക്ക് കോഴിക്ക് തീറ്റ കൊടുത്തിട്ട് വരാമേ. കുറച്ച് കുഞ്ഞു കോഴികൾ, മുട്ടയിടുന്ന കോഴികൾ, അങ്ങനെ പല പല ടൈപ്പ് കോഴികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങി കണ്ടുകൊണ്ട് എല്ലാവരും കേട്ടത് ഭയങ്കര ബഹളം. ആദ്യം നമുക്ക് കുഞ്ഞു കോഴിയൊക്കെ തീറ്റ എടുക്കാം. ഇവരിപ്പം വിരിഞ്ഞിറങ്ങിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. ഇവർ കൊടുക്കുന്നത് സ്റ്റാർട്ടറും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൊടിയേരി, അല്ലെങ്കിൽ നമ്മൾ അരി പൊടിച്ചിട്ടോ പിന്നെ റവയുടെ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കുന്ന കാര്യം. അങ്ങനെയല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ തൊട്ട് ബാക്കിൽ കിടക്കുന്നത് ഒരാഴ്ചയ്ക്ക് മേളിൽ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പം എനിക്കിഷ്ടമാണ് ഇങ്ങനെ കോഴിയൊക്കെ അടവെച്ച് വിരിയിക്കുക, അങ്ങനെ വിരിയിക്കുന്നത് കേട്ടോ. നമ്മൾ പുറത്തൊന്നും കൊടുക്കില്ല, വീട്ടിൽ തന്നെ വളർത്തിയെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ തീറ്റ ഇട്ട് കൊടുത്തപ്പോഴത്തേനും താഴെയുള്ള ഒരാൾ പറന്ന് മേളിലോട്ട് കയറി തന്നെ അതിനെ നൈസായിട്ട് എടുത്ത് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തേലും നോക്കിയപ്പോൾ കുറച്ച് മുട്ടകളാണ് ഇരിക്കുന്നത്. അപ്പം മുട്ടയും പറക്കൊണ്ട് നേരെ അങ്ങോട്ട് പോയി. ഇപ്പം വലിയ കോഴിയൊക്കെ തീറ്റ കൊടുക്കണ്ടേ. അപ്പം വലിയ കോഴിക്ക് തീറ്റ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുക്കുന്നത് ഈ തവിടും കോഴിത്തീറ്റയും കൂടെ കുതിർത്ത് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എപ്പോഴും ഇതൊന്നും അല്ല കേട്ടോ. അരി കുതിർത്തതോ അല്ലെങ്കിൽ വേവിച്ചതോ പിന്നെ കൂമ്പരിഞ്ഞ് അങ്ങനെ പല ഫുഡും കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് അങ്ങനെ കൊടുക്കും. ഇപ്പോൾ ഈ കാണുന്ന എല്ലാം ഒന്നും മുട്ടയിടുന്ന കോഴികളല്ല കേട്ടോ. നമ്മളിതുപോലെ അടവെച്ച് വിരിയിച്ചിറക്കിയ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഇപ്പം കാണുന്നത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികളാട്ടോ. 2 പേർക്ക് സെയിം ഫുഡ് തന്നെ കൊടുക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് ഇലയൊക്കെ അരിഞ്ഞു കൊടുക്കും. നമുക്ക് നേരെ താറാവിനെ കാണാൻ പോവാം കേട്ടോ. 2 താറാവേ ഉള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മുട്ട വാങ്ങിച്ച് അട വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്ക് 2 എണ്ണത്തിനേ കിട്ടിയുള്ളൂ. അപ്പോൾ താറാവിൻ്റെ കൂടെ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കും. ഇനിയിപ്പോൾ ഓസിട്ട് ഫുള്ള് കഴുകണം. പിന്നെ ഇവിടെ 2 സുന്ദരി കോഴികളുണ്ട് കേട്ടോ. ഇവരെ മറ്റവരുടെ കൂട്ടത്തിൽ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കിടന്ന് കൊത്തും. അപ്പം പിന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുക. പിന്നെ ഓസ് എടുത്തുകൊണ്ട് വന്ന് ഇവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി, കാര്യം ഇറക്കി വിടാൻ പറ്റത്തില്ല, ഭയങ്കര പട്ടിശല്യമാണ്. പട്ടിശല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ഉം 2ഉം ഒന്നുമല്ല വരുന്നത്, ടീമായിട്ട് ഇങ്ങനെ പോരുക. അതിനെ 2 പേർക്കും വെള്ളമൊക്കെ മാറ്റി വെച്ച് കൊടുത്ത് തീറ്റയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നേരെ വന്ന് കൈ കഴുകിയിട്ട് വീണ്ടും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേനും അരിയൊക്കെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ അരി കഴുകി അതങ്ങ് അടുപ്പത്തിടാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് മക്കൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 പേരും കൂടെ ഇവിടെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അവർ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അരിയും കഴുകി അടുപ്പത്തിട്ടേക്കാം. അതാകുമ്പോൾ അതവിടെ കിടന്ന് തിളച്ച് വന്നോളുമല്ലോ. ബീഫ് നോക്കിയപ്പോൾ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വെള്ളമൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതും ഒന്ന് ഇളക്കി കൂട്ടി നേരെ അടച്ച് വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിട്ട് ഓടി വന്നേ കേട്ടോ. എന്തിനാന്നല്ലേ, ബീഫിനുള്ള മസാല റെഡിയാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകല്ല ചേർക്കുന്നത്, പച്ചമുളകിന് പകരം കുറച്ച് കാന്താരിയും കൂടെ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കടുകും പെരിഞ്ചീരകവും പട്ടയും കൂടെ പൊട്ടിക്കും. അതും കൂടെ പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാലയല്ല അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിട്ടിട്ട് നല്ല കണക്ക് മൂപ്പിച്ചെടുക്കും കേട്ടോ. നല്ല ക്രിസ്പി ആയതിന് ശേഷം മാത്രം സവാള ഇട്ട് കൊടുക്കും. സവാളയ്ക്കകത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത്, ബീഫിനകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇത് മസാല ഒന്ന് വഴണ്ടി വരാനുള്ള ഉപ്പേ ഇടുന്നുള്ളൂ കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്ത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് നല്ല കണക്ക് വഴണ്ട് വന്നതിന് ശേഷം അതിനകത്തോട്ട് ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മസാലകളെല്ലാം ഇട്ട് കൊടുക്കും. മല്ലിപ്പൊടി, മുളക് പൊടിയും ഗരം മസാലയും പിന്നെ കുറച്ച് മീറ്റ് മസാലയും. അത് നല്ല കണക്ക് വഴണ്ട് വരുമ്പോഴത്തേനും അത് നമുക്ക് നേരെ എടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനകത്തോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ മിക്സിങ്ങിലാണ് കേട്ടോ എല്ലാം ഒളിഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ സവാളയല്ല ചെറിയ ഉള്ളി ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കണക്കെല്ലാം വെന്തിരിക്കുക.
നമ്മളൊന്ന് തൊടുമ്പോൾ തന്നെ നല്ല ഉടഞ്ഞു വരുന്ന ആ പരുവത്തിന്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം വിട്ടുപോയി ഗൈസ്, എന്താണെന്നല്ലേ, അതിനകത്താണെങ്കിൽ തേങ്ങാക്കൊത്തിടാൻ മറന്നുപോയി. സാരമില്ല, ഇനി ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത്, പിന്നെ കുറച്ച് വെള്ളം വേണമായിരുന്നേ. അപ്പം ഞാൻ ആ വഴറ്റിയ പാത്രത്തിനകത്തോടെ തന്നെ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച്, അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചതിന് ശേഷമാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ ആ ചോറെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അരി അങ്ങ് അടച്ചിട്ട്, പിന്നെ വെള്ളം നല്ലോണം തിളയ്ക്കാത്തതുകൊണ്ട് ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ച്, അപ്പോൾ ആ വെള്ളവും തിളപ്പിച്ച് ബീഫ് കറിയും കൂട്ടി ചോറ് കഴിച്ചു.